സാറേ, രാജ്യത്തെ ദാരിദ്ര്യം ഉണ്ടല്ലോ, അത് ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള ഒരു മാജിക് കണ്ടെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. എന്താണെന്നറിയോ? കോൺഗ്രസ് അധികാരത്തിൽ വരണം, ഒറ്റയടിക്ക് രാജ്യത്തെ ദാരിദ്ര്യം ഇല്ലാതാവുന്ന പറയുന്നത്. എത്ര ദരിദ്രന്മാരുണ്ടെന്ന് അറിയാമോ? ആ മനുഷ്യനെ ഈ നമ്മുടെ പഴയ ഒരു ഈരടിയുണ്ട്, കവിതയുണ്ട്, ദാരിദ്ര്യം എന്തെന്നത് അറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. പരക്ലേശ വിവേകം എന്ന് പറയുന്ന ഒരു കാര്യം, അന്യൻ്റെ ദുഃഖം മനസ്സിലാക്കാൻ, അതിന് ആദ്യം ദാരിദ്ര്യം അനുഭവിക്കണം. ഈ രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും എന്നെങ്കിലും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ? ദാരിദ്ര്യം ദരിദ്രന്മാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇയാൾ വലിയ ഹൈ സൊസൈറ്റിയിൽ ഇങ്ങനെ നടക്കുന്ന ആളല്ലേ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഹാർവർഡ് യൂണിവേഴ്സിറ്റി, അവിടെ ഇവിടെയൊക്കെ ലെക്ചർ അടിക്കുക, ജനങ്ങളുമായിട്ട് ഒരു 50 അടി ദൂരത്തിൽ വലിയൊരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക. പിന്നെ ഈ ജോഡോ യാത്രയിൽ അങ്ങ് തിരഞ്ഞെടുത്ത ചിലരെ കെട്ടിപ്പിടിക്കുക. ഈ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് പഴയൊരു മലയാളം സിനിമയിലുണ്ട്, ഒരു കുട്ടിയെ എടുത്തിങ്ങനെ രാഷ്ട്രീയക്കാരൻ ഉയർത്തുന്നു, താഴെ വയ്ക്കുന്നു. ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഡെറ്റോളൊക്കെ വെച്ച് എന്തൊരു വൃത്തികെട്ട ചരക്കും അതിനകത്ത് കൈ കഴുകും. ഇതൊക്കെ ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അയാൾക്ക് ദാരിദ്ര്യം എന്താണെന്ന് അയാൾക്ക് പറയാൻ പോലും പറ്റില്ല. പലവിധ ദാരിദ്ര്യങ്ങളുണ്ട് കണ്ടിട്ടുള്ളത്. സാധാരണ നമ്മൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വിശപ്പ്, ഇതാണ് എല്ലാവരും കാര്യം. വിശപ്പ് മാത്രമല്ല ദാരിദ്ര്യം. മനുഷ്യന് ഡിഗ്നിഫൈഡായിട്ട് ജീവിക്കാനൊരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ അത് ദാരിദ്ര്യം എന്ന് കൂട്ടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഗൗതമിന് ഒരു വീടില്ല, ഗൗതം ദരിദ്രനാണ്. 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഒരു വീടില്ല, എവിടെയെങ്കിലുമൊക്കെ ചുരുട് കൂടുകയാണ്. അതൊരു ദാരിദ്ര്യമല്ലേ? വസ്ത്രം ശരിക്കില്ല, ഉടുത്ത ഒരു ജോഡി വസ്ത്രം മാത്രമേ ഉള്ളൂ. ഭക്ഷണത്തിന് കാശുണ്ട്, 3 നേരം ഭക്ഷിക്കുന്നുണ്ട്, പക്ഷേ ഇതില്ല, അതൊരു ദാരിദ്ര്യമല്ലേ? ഇപ്പോൾ ദാരിദ്ര്യം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് വേണം ഈ ദരിദ്രരെ സഹായിക്കാൻ ഇറങ്ങാൻ. നമുക്ക് പലപ്പോഴും സർക്കാരിന് പറ്റിയിട്ടുള്ളത് ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് വരയ്ക്കുന്ന രേഖ പലപ്പോഴും തോന്നിവാസൻ രേഖയാണ്. അതിനകത്ത് ഒരുപാട് സുഖിമാന്മാരൊക്കെ കടന്നുകൂടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ MC ജോസഫിന് 2 BPL കാർഡ് ഉണ്ടായത്, ഓർമ്മയുണ്ടോ? മരിച്ചുപോയവരെ പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നാണ്. എന്നാലും വേറൊരു ഉദാഹരണം എനിക്ക് കാണുന്നത്, 2 റേഷൻ കാർഡ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു ക്രൈറ്റീരിയ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് ചാടാൻ എല്ലാവരും ശ്രമിക്കും. പൊതുവെ ആൾക്കാരുടെ സ്വഭാവം എന്താ? ഇങ്ങോട്ട് ആനുകൂല്യം കിട്ടാനാണെങ്കിൽ വരുമാനം കുറച്ച് കാണിക്കും, ലോൺ എടുക്കാനാണെങ്കിൽ വരുമാനം കൂട്ടിക്കാണിക്കും. ബാങ്കിൽ നിന്ന് നമുക്ക് 2 ലക്ഷം രൂപ ലോൺ കിട്ടണം, ബാങ്ക് പറയുന്നു മിനിമം മാസം 10,000 രൂപ വരുമാനം വേണം. എനിക്ക് 12,000 രൂപയുണ്ട് സാർ എന്ന് പറഞ്ഞ് നമ്മൾ ഇല്ലാത്ത സാലറി സർട്ടിഫിക്കറ്റൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുപോയിട്ട് ലോൺ എടുക്കും. തഹസീൽദാരുടെ അടുത്ത് റേഷൻ കാർഡിൽ പോകുമ്പോഴോ BPL കാർഡ് വേണം സാർ, എനിക്കൊന്നുമില്ല സാർ, മാസം 100 രൂപ വരുമാനമേ ഉള്ളൂ, എന്നിട്ട് BPL കാർഡ് വാങ്ങും. ഇതൊക്കെ മനുഷ്യ സ്വഭാവമാണ്. ഇത് കണ്ടിട്ടാണ് ഈ നരേന്ദ്രമോദി ടാർഗറ്റഡ് PDS ഒക്കെ കൊണ്ടുവന്ന് POS മെഷീൻ വഴി. എന്നാൽ തന്നെ ഒരുപാട് കള്ളത്തരം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സബ്സിഡി അനർഹരായ ആൾക്കാർ കൊണ്ടുപോകുന്നു. ഈ അനർഹർക്ക് കൊടുക്കുന്ന സബ്സിഡി നിർത്തിക്കഴിഞ്ഞാൽ തന്നെ വലിയ ആശ്വാസമാകും. ഇപ്പോൾ മോദി നിർത്തിയൊരു സബ്സിഡി ഉണ്ട്, ഈ സീനിയർ സിറ്റിസൺസിന് കൺസെഷൻ ഉണ്ടായിരുന്നു ട്രെയിനിൽ. ആ കൺസെഷൻ മോദി എടുത്തു കളഞ്ഞു നമ്മളുടെ കോവിഡ് കാലത്ത്. ഇപ്പോൾ ആ കൺസെഷൻ ഇല്ല. വാസ്തവത്തിൽ ഞാനിത് അനുഭവിച്ചവനാണ്. ആ കൺസെഷൻ്റെ ആനുകൂല്യം ഞാനും വാങ്ങിയവനാണ്. എനിക്ക് വലിയ അർഹതയുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ ആനുകൂല്യമുണ്ട്, ഞാൻ വാങ്ങും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ കേരള സർക്കാരിൽ നിന്ന് പെൻഷൻ പറ്റി ലക്ഷങ്ങൾ വാങ്ങുന്ന ഭാര്യയും ഭർത്താവും അവർ ഈ ലോവർ ബെർത്തുകൾ മുഴുവൻ 3 മാസം മുമ്പേ ബുക്ക് ചെയ്തറിയും. എന്നിട്ട് ഗൗതം ഒരു അത്യാവശ്യത്തിന്, അല്ലെങ്കിൽ ഗൗതമിനെ പോലെ ഒരു ചെറുപ്പക്കാരന് ഒരു ഇൻ്റർവ്യൂ, അവന് ബാംഗ്ലൂർ പെട്ടെന്ന് പോകണം, അവനെ ബെർത്തില്ല, അവന് കയറാൻ ഒരു രക്ഷയില്ല. ലാസ്റ്റ് മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ ട്രെയിനിൽ നിന്ന് പോവുകയോ പിടിക്കുകയൊക്കെ ചെയ്യണം. ഇങ്ങനെ ചെറുപ്പക്കാരെ ഉപദ്രവിക്കുന്ന കിളവികളെ അവർക്ക് കൺസെഷൻ കൂടെ കൊടുത്തിട്ട് വിശാലമായ യാത്ര, അവരിങ്ങനെ പോവുകയാണ്, തീർത്ഥാടനം. കാശി രാമേശ്വരമൊക്കെ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് അപ്പൂപ്പനും അമ്മൂമ്മയും തിരിച്ചു വരുള്ളൂ. നല്ല ആരോഗ്യമുണ്ട്, എന്നാലും ചെറുപ്പക്കാരെ കൊണ്ട് മോനെ ആ ബാഗ് എടുത്തുക, മോനെ ഈ പെട്ടി തുറന്നുക, ഇങ്ങനെ ചെറുപ്പക്കാർ വൃത്യന്മാരായിട്ട് ഉപയോഗിക്കും. ത്രൂ ഔട്ട് ദ ജേർണി ഒരു ശല്യമാണ് ചെറുപ്പക്കാർ.
ഒന്ന് കിടന്നുറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ അമ്മ വീണ്ടും തട്ടും, ഒരു ചായ മേടിച്ചുകൊണ്ട് പോകാൻ. എന്താ പറയുക, അങ്ങനെ അമ്മൂമ്മയല്ലേ ചായ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനെ ഉള്ള അനർഹരായ ആളുകൾക്ക് എത്ര ആനുകൂല്യമാണ് റെയിൽവേ കൊടുത്തത്. അത് നിർത്തലാക്കിയത് നന്നായി. റെയിൽവേ വാസ്തവത്തിലുണ്ടല്ലോ 42% ടിക്കറ്റിൽ നിന്നുള്ള വരുമാനം, ബാക്കി 58% ഗുഡ്സ് ട്രെയിനിൻ്റെ വരുമാനം വെച്ചിട്ടാണ് റെയിൽവേ ബ്രേക്ക് ഈവനാകുന്നത്. നമ്മളെ യാത്രയ്ക്കുള്ള മുഴുവൻ പണം ഇപ്പോഴും നമ്മൾ റെയിൽവേക്ക് കൊടുക്കുന്നില്ല, അതിൻ്റെ 42% ഇപ്പോഴും കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ സബ്സിഡൈസ് ചെയ്ത് ശീലമാക്കി ജനങ്ങൾക്ക് ഇപ്പം എല്ലാം വെറുതെ കിട്ടണം. എത്ര പെൻഷനാണ് കേരളത്തിൽ, എന്തിനു കൊടുക്കണം? ഇപ്പം മക്കൾ പറയാൻ തുടങ്ങി അച്ഛന് വാർദ്ധക്യ പെൻഷൻ കിട്ടും, ഞാൻ എന്തിനാ പിന്നെ നോക്കുന്നത്? അങ്ങനെ ഇടാ ആ പെൻഷൻ മുടങ്ങിയാടാ മോനെ, ആ മുടങ്ങിയെങ്കിൽ പിണറായി വിജയനോട് പോയി ചോദിക്കും, എൻ്റെ കാശില്ല. ഇങ്ങനെ പറയാൻ തുടങ്ങി. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. വയസ്സായ അച്ഛനെ മകൻ നോക്കും. ഇപ്പോൾ വയസ്സായ അച്ഛൻ റോഡിലാണ്, സർക്കാർ നോക്കും. കാരണം സർക്കാർ ഇത് പറഞ്ഞ് ശീലിപ്പിച്ചു ആൾക്കാർ. വൃദ്ധജനങ്ങളെ പരിപാലിക്കേണ്ട ജോലി സർക്കാരിനാണ്, ഗർഭിണികളെ സർക്കാർ നോക്കും, വിധവകളെ സർക്കാർ നോക്കും. ഇവരെ ഇന്നത്തെ അവസ്ഥയിൽ 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധജനങ്ങളെ അവരുടെ മക്കൾ തെരുവിലേക്ക് ഇറക്കി വിട്ടാൽ 32% ഓഫ് ദ പോപ്പുലേഷൻ വിൽ ബി ഔട്ട് ഇൻ ദ സ്ട്രീറ്റ്സ്. 32%. ഈ 32% സംരക്ഷിക്കാൻ സർക്കാരിന് പറ്റുമോ? പറ്റില്ല. ഇപ്പോഴും നമ്മുടെ ഫാമിലീസാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഫാമിലിയെ നിലനിർത്താനുള്ള, വാല്യൂസ് നിലനിർത്താനുള്ള കാര്യങ്ങൾ വേണം നോക്കാൻ. ബാക്കി ഈ സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിക്കോളും. അതുമാത്രമല്ല സാറേ, ഒരു 55 വർഷം കോൺഗ്രസ്സാണ് ഭരിച്ചത്. ഈ സമയങ്ങളിലൊന്നും ദാരിദ്ര്യത്തെ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ ഇവർ പ്രവർത്തിച്ചിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അതിന് കൃത്യമായ ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല. ഐ റിമെമ്പർ 1971 ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹട്ടാവോ. 2024 ഈ മനുഷ്യൻ പറയുന്നു ഗരീബി ഹട്ടാവോ. അങ്ങനെ പറയണമെങ്കിൽ ഇതിനർത്ഥം ഇതിനിടയ്ക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല എന്നാണ്. അപ്പം അത് ഇവരെ ആളുകൾ ഈ പബ്ലിക് മെമ്മറി ഈസ് വോളട്ടൈൽ എന്ന് പറയുന്നത്, പെട്ടെന്ന് ആവിയായി പോകും. ഞാനിത് മറന്നിട്ടില്ല. പലരും പറയുന്നത് കേട്ടാൽ തോന്നും ഈ ഒരു 10 വർഷത്തിൽ മോഡി ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ദാരിദ്ര്യം ഉണ്ടായത്. ബാക്കി മുഴുവൻ സമ്പൽ സമൃദ്ധമായിരുന്നു. നമസ്കാരം. ഈ എന്ത് പറയാനാണ്? മല്ലികാർജുൻ ഖാർഗെയുടെ സ്വത്ത് എത്രയാണ്? മല്ലികാർജുൻ ഖാർഗെയുടെ സ്വത്ത് വീതിച്ചു കൊടുത്താൽ കർണാടകയിലെ പകുതി ദാരിദ്ര്യം അവസാനിക്കും. വാട്ട് എ റിച്ച് മാൻ ഈസ്. രാഹുൽ ഗാന്ധിയുടെ സ്വത്ത് എത്രയാണ്? എത്ര കോടി രൂപയാണ്? അദ്ദേഹത്തിന് എത്ര പാസ്പോർട്ടുണ്ട്? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിദേശത്തേക്ക് മുങ്ങുന്നത് എന്തിനാണ്? എങ്ങോട്ടാണ് ഈ പോകുന്നത്? ആ വെറുതെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് പാവങ്ങളെ പിടിച്ച് ആണയിടുക, ദാരിദ്ര്യം മാറ്റുമെന്ന് പറയുക. എന്ത് ദാരിദ്ര്യം മാറ്റുമെന്നാണ്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയോട് ചോദിക്കുക, എത്ര പെർസെൻറ്റേജ് ഉണ്ട് ഇന്ത്യയിൽ ദാരിദ്ര്യം? ദാരിദ്ര്യം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു, അവർ മുകളിൽ വന്നു. എടോ, ഈ രേഖ എന്ന് വെച്ചാൽ എന്താ? എനിക്കിപ്പോഴും ഇതൊന്നും കൃത്യമായിട്ട് ആരും നിർവചിക്കുന്നില്ല. മാസം ഇത്ര രൂപ വരുമാനം കിട്ടുന്നവരാണോ? ഇപ്പോഴും നമ്മുടെ വില്ലേജിൽ ഒരു ഡെയിലി ഒരു 400 രൂപ കിട്ടിയാൽ വില്ലേജിൽ ഒരാൾക്ക് സുഖമായിട്ട് കഴിയാം. അതേ 400 രൂപ എറണാകുളത്ത് ടൗണിൽ കിട്ടിക്കഴിഞ്ഞാൽ തികയില്ല. അപ്പോൾ നിങ്ങൾ ഈ വരയ്ക്കുന്ന വര എന്താ അർത്ഥം? ഒറ്റ വരയും വരയ്ക്കുന്നത് ശരിയാണ്? ഇതൊരു കോംപ്ലിക്കേറ്റഡ് സാധനമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ല. എന്നിട്ട് പുള്ളി വാചകം അടിക്കുകയാണ്, ദാരിദ്ര്യം ഒറ്റയടിക്ക് മാറ്റി. കൊതുകല്ലേ, ഒരൊറ്റ അടി അടിച്ചു മാറി ചത്തു. ഞാൻ പൊട്ടനാണെന്നല്ലാതെ എന്ത് പറയാൻ. ഞാൻ ആ വാക്ക് സാധാരണ ഉപയോഗിക്കുന്നത്, പക്ഷേ ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല ആ മനുഷ്യനെ പറ്റി. ഇപ്പം കഴിഞ്ഞൊരു 10 വർഷ കാലയളവിൽ നോക്കുകയാണെങ്കിൽ കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വലിയ ശതമാനം സമ്പത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്നത് 1% ആളുകളുടെ കയ്യിലാണ്. ബാക്കി എല്ലാവരും വലിയ രീതിയിൽ പാപ്പരാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് നമ്മുടെ പോളിസിയിൽ വ്യതിയാനങ്ങൾ വേണ്ടേ? ഈ 1%-ഓട് മറ്റ് ശതമാനക്കാർക്ക് അസൂയയും വേണ്ട. മനസ്സിലായോ? എങ്ങനെയാണ് ഈ 1% പേർക്ക് മാത്രമായിട്ട് അങ്ങ് കൊടുക്കുകയായിരുന്നു? ഇത് അല്ല, അവരാർജിച്ച സമ്പത്താണ്. മറ്റുള്ളവർക്ക് സമ്പത്ത് ആർജിക്കാം. പിന്നെ ഈ 1% എന്ന് പറയുന്ന കണക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഇൻബിൽറ്റ് മലയാളി അസൂയയുണ്ട്. 10 കാശുണ്ടാക്കിയതിനോട് അസൂയയുണ്ട്. ലുലു യൂസഫ് അലി ഇതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്.
മലയാളിക്ക് ഒട്ടും പിടിക്കുന്നില്ല യൂസഫ് അലിയുടെ വളർച്ച. അതുകൊണ്ട് യൂസഫ് അലി എന്ത് ചെയ്തു, ഇത് പ്രശ്നമാണെന്ന് കണ്ടിട്ട് പുള്ളിയുടെ ഏറ്റവും വലിയ ഹൈപ്പർ മാൾ ഉത്തർപ്രദേശിലാണ്, കേരളത്തിലല്ല. കാരണം കേരളത്തിലാണെങ്കിൽ അസൂയ കൊണ്ട് പ്രാഗി കണ്ണു പൊട്ടിക്കും നമ്മുടെ ആൾക്കാർ. ഒരു മനുഷ്യനെ പുള്ളി ഈ കൊലപ്പുള്ളികൾക്ക് ബ്ലഡ് മണി കൊടുത്ത് രക്ഷിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ ഗൾഫ് കൺട്രീസ്. ആരോ ഒരാൾക്ക് പുള്ളി കൊടുത്തു, 1 കോടി രൂപ വേണമെന്നൊക്കെ പറഞ്ഞ് കരച്ചിലും ബഹളമൊക്കെ പുള്ളി അത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, അത് കൊടുത്തു. ഈ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതൊരു അവകാശം പോലെയായി. പിന്നെ ഈ പുലിവാലിൽപ്പെട്ടവർക്കെല്ലാം യൂസഫ് അലി കാശ് കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുത്തില്ലെങ്കിൽ യൂസഫ് അലി ദുഷ്ടൻ. ആ ലോജിക്കുണ്ടല്ലോ മലയാളികൾ. ഒരാളെ സഹായിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും നിങ്ങൾ സഹായിച്ചോളണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണത്തിൽ 1% കുമിഞ്ഞു കൂടിയ സ്വത്ത് ഞാനില്ലപ്പാന്ന് പറഞ്ഞാൽ അങ്ങനെ UP-യിൽ പോയിട്ട് സ്വത്തുണ്ടാക്കും. ഇത് ഈ ബിസിനസ് ചെയ്യാൻ അറിയാവുന്നവർ ബിസിനസ്സിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ 1% എന്ന് പറയുന്നത് ഒരു പക്ഷേ വല്ല സൂപ്പർ റിച്ചോ അങ്ങനെ വല്ലതും എടുക്കും. അല്ലാതെ 1%ഒന്നുമല്ല. വെറുതെ എറണാകുളത്ത് ഇറങ്ങി നോക്ക്, 1%-ൻ്റെ കയ്യിലാണോ സമ്പത്തൊക്കെ ഇരിക്കുന്നത്? അല്ല. ആവശ്യത്തിനുള്ള സമ്പത്ത് ബാക്കിയുള്ളവർക്കുണ്ട്. 1% ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിലും മുകളിലേക്ക് എത്തുന്നുണ്ടാവും ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ സാമർഥ്യമുള്ളവർ. ആ 1%-നോട് ബാക്കിയുള്ളവർക്ക് അസൂയ വേണ്ട, ഒരു ആവശ്യമില്ല. അതൊക്കെ അങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്. ഒരാൾ ചിലപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതൽ പൈസ ഉണ്ടാക്കും, അയാൾക്ക് സാമർഥ്യമുണ്ട്, അല്ലെങ്കിൽ ഭാഗ്യമുണ്ട്. ബാക്കിയുള്ളവർ പട്ടിണിയൊന്നും ആയിട്ടില്ലല്ലോ. ഇപ്പോൾ വെറുതെ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതേ ആൾക്കാരോട് ചോദിച്ചു നോക്കുക, കേരളത്തിൻ്റെ മൊത്ത വരുമാനം, അതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിന് എത്ര കാശ് എന്ന് ഈ ന്യായം പറയുന്നവരോട് ചോദിച്ചാൽ മതി. അപ്പം ഒരു കാര്യം, കേരളത്തിലെ ദിവസക്കൂലി 700 രൂപയാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രയും ഇല്ല. ഇല്ല, എനിക്കതറിയേണ്ടെന്ന്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, അത് കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ്? ഇത് ആധികാരികമായിട്ട് ഈ പറഞ്ഞ ഈ 1% പേരിൽ കുമിഞ്ഞുകൂടുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അവരോട് ചോദിക്കുക. അതിനവർ മറുപടി അറിയില്ല. കാരണം അവരാണ് ഈ പരിപാടി കൊണ്ട് നടക്കുന്നത്. അവർക്ക് കിട്ടുന്ന കാശ് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അംബാനി അദാനി കണ്ടോ എന്ന് ചോദിക്കും. ഇവർക്ക് മാസം 1-1.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അത് നമ്മൾ അറിയരുത്. ഞാൻ പറയും, ഈ വിദഗ്ധന്മാരോട് എൻ്റെ ആവശ്യം ഇതാണ്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പേരൊന്നും വേണ്ട, ഗ്രേഡ് അനുസരിച്ച് മാസം കിട്ടുന്ന ഗ്രോസ് സാലറി പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ ആ ദിവസം റൂട്ടിൽ കിടന്ന് തല്ലിമേടിക്കും ഈ വിദഗ്ധൻ. കാരണം വിദഗ്ധൻ്റെ ശമ്പളം നോക്കി കഴിയുമ്പോൾ 3 ലക്ഷം രൂപ. സർക്കാർ പിൻവാതിൽ കൂടെ നിയമിച്ചിരിക്കുക വിദഗ്ധനെ ഇതുപോലത്തെ ഡാറ്റ പുറത്തുവിടാനായിട്ട്. ഈ എത്ര അഡ്വൈസേഴ്സ് ഉണ്ട് പിണറായി വിജയന്? ആ അഡ്വൈസേഴ്സൊക്കെ അല്ലേ ഈ ആർഗ്യുമെൻറ്റും കൊണ്ട് നടക്കുന്നത്. സമ്പത്തൊരു മൂലയ്ക്ക് കുമിഞ്ഞു കൂടുമല്ലോ. ബോംബെയിൽ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ് ബോംബെ. ഇവർ പറയും എല്ലാ സ്വത്തും ബോംബെയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതേ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. ബോംബെയിലെ ബിസിനസ് അന്തരീക്ഷം കേരളത്തിലില്ല. അതുകൊണ്ട് കേരളത്തിന് ബോംബെ ആവാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. അതിൽ ഒരു അസൂയല്ലാതെ വേറെ എന്താ അതിനകത്തുള്ളത്? മൾട്ടി മില്യനേഴ്സ് എല്ലാം ബോംബെയിലാണ്. ഈവൻ ട്രേഡ് യൂണിയനിസ്റ്റുകൾ അവിടെയായിരുന്നു. ദത്താ സാമന്തിൻ്റെ വാലെ കെട്ടാൻ കൊള്ളാവുന്ന ഒരൊറ്റ ട്രേഡ് യൂണിയൻ നേതാവ് കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ആ ദത്താ സാമന്തിൻ്റെ അടുത്ത് വരെ അവർ പിടിച്ചു നിന്നു, പണക്കാർ, ബിസിനസ്സുകാർ. പക്ഷേ കേരളത്തിൽ അതേ ബിസിനസ്സുകാർ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദത്താ സാമന്തല്ല, ഇവിടെ ചൊറിഞ്ഞ് ഒരു രീതിയിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത ആൾക്കാരാണുള്ളത്. അവിടെ ദത്താ സാമന്തിൻ്റെ അടിപിടിയായിരുന്നു വലിയ പ്രശ്നം. എനിക്ക് തോന്നുന്നു അദ്ദേഹം പിന്നെ വെടികൊണ്ടാണ് മരിച്ചതെന്ന് തോന്നുന്നു ദത്താ സാമന്ത്. ഏതായാലും വലിയ കലാപം ഉണ്ടാക്കുന്ന ആൾക്കാർ, വലിയ ഗുണ്ടകൾ, വൻ ഓപ്പറേഷൻസ്, ദാവൂദ് ഇബ്രാഹിം, എന്താ കളി. എന്നിട്ട് ബിസിനസ് അവിടെ നിന്ന് മാറുന്നുണ്ടോ? ഇവിടെ വലിയ തലവേദനയാണ്, വേറെ പോയേക്കാം, പോകുന്നില്ല. ബിക്കോസ് ബിസിനസ്സിൻ്റെ അറ്റ്മോസ്ഫിയർ അവിടെയുണ്ട്. ബാക്കിയെല്ലാം ഈ ഇതിൻ്റെ കൂടെ നഗരവൽക്കരണം വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂടെയുള്ളതാണ് ഗുണ്ടാപ്പണി, മയക്കുമരുന്ന്, അത് ഇതൊക്കെ. അതിന് ലോ ആൻഡ് ഓർഡർ വേറെ നോക്കണം. ബട്ട് നിങ്ങളുടെ കയ്യിൽ ഇതൊന്നുമില്ല, എന്നിട്ട് നിങ്ങൾക്ക് അസൂയാണ്. പഞ്ചാബിനോട് അസൂയ, ഹരിയാനയോട് അസൂയ, ഗുജറാത്തിനോട് അസൂയ. ഗുജറാത്തിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കി 3 ഫേസ് കണക്ഷൻ ഉണ്ടാക്കി ഹോള് റെഡിയാണ്. നിങ്ങൾ പോവുക, നിങ്ങളുടെ മെഷീനറി എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് തുടങ്ങിക്കോളും.
വേറെ നിങ്ങൾക്ക് അപ്രൂവൽ അത് ഇതെന്ന് പറയുന്നത് നടത്തിക്കലൊന്നുമില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കുക. ഈ ഓഷോ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഇന്ത്യ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നതിൻ്റെ കാരണം ഇന്ത്യക്ക് മെറ്റീരിയൽ സാധനങ്ങളോട് അധികം താല്പര്യമില്ല, അതിൻ്റെ ഒരു അടിത്തറ തന്നെ അതാണ്. അങ്ങനെ ഒരു സംഭവം അതിലൊരു മെരിറ്റ് ഉണ്ട് കേട്ടോ. അതിലൊരു മെരിറ്റ് ഉണ്ട്. ആഗ്രഹങ്ങളെ കുറയ്ക്കുക എന്നുള്ളത് ഒരു ഇന്ത്യൻ പ്രിൻസിപ്പിളാണ്. ആഗ്രഹങ്ങളാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ പ്രധാന കാരണം. മോഹം, ആഗ്രഹം. ആ ആഗ്രഹങ്ങൾ കുറയ്ക്കും തോറും നിങ്ങൾക്ക് ഇത് ദുഃഖവും കുറയും. വല്ലാതെ ആശിച്ചു അത് നടക്കാതെ വരുമ്പോഴാണല്ലോ ദുഃഖം. ആശിക്കാതിരിക്കുക, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ. അത് ഈവൻ ഭക്ഷണത്തിൽ വരെയാണ്. ചന്ദനം കൊണ്ട് ഒരു നാഴി ഉണ്ടാക്കിയിട്ട് അതിൽ അരി എടുത്തിട്ട് വേവിച്ച് കഴിക്കുക. അതേ ചന്ദന നാഴി അരച്ചിട്ട് ആ ചന്ദനം നെറ്റിയിലിടുക. അപ്പം നാഴിയുടെ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. വളരെ മൈന്യൂട്ടായിട്ട് ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ നിങ്ങളുടെ ഭക്ഷണവും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം ചന്ദനനാഴി കംപ്ലീറ്റ് അരഞ്ഞ് തീരുമ്പോഴത്തേക്ക് ഭക്ഷണമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അത്ര വളരെ മൈന്യൂട്ടായിട്ട് വേണം കുറച്ചുകൊണ്ടുവരാൻ. ഇങ്ങനൊരു തിയറിയുണ്ട്, കുട്ടിക്കൃഷ്ണന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭാരതീയർ. ആഗ്രഹങ്ങൾ കുറയ്ക്കുക സകല കാര്യത്തിലും, സ്വത്തിൻ്റെ ആണെങ്കിലും സമ്പത്തിൻ്റെ ആണെങ്കിലും ആൾബലത്തിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ഈ ആശയ്ക്ക് ഒരു പരിധി വയ്ക്കുക. മനുഷ്യനാണ് ജീവിച്ചു പോകാനായിട്ട് കുറച്ച് ആഗ്രഹമുണ്ടെങ്കിലേ മുന്നോട്ട് പോകാനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കാതിരിക്കുക. അപ്പോൾ ഓഷോ പറഞ്ഞതിനകത്തൊരു സത്യമുണ്ട്. അത് ഭാരതത്തിൻ്റെ ഒരു ജീൻസിൽ കലർന്നൊരു സ്വഭാവമാണത്. അനാവശ്യമായ ആഗ്രഹങ്ങൾ ഇല്ലാതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.